ഏപ്രിൽ 28-ന് വൈകുന്നേരം 5:30-യോടെയാണ് കൃത്യം നടന്നതെന്ന് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ലൈംഗികമായി ആക്രമിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് പ്രതിയായ അമീറുൽ ഇസ്ലാം ജിഷയുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയത്. ജിഷയിൽ നിന്നുള്ള ശക്തമായ എതിർപ്പിനെ തുടർന്ന് പ്രതിക്ക് ജിഷയോടുള്ള അടങ്ങാത്ത പകയാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. പ്രതി കൈവശം കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ജിഷയെ നിരവധി തവണ കുത്തിമുറിവേൽപ്പിച്ചു. ഇംഗിതം നടക്കാത്തതിലുള്ള കടുത്ത വിദ്വേഷം മൂലം ജിഷയുടെ ജനനേന്ദ്രിയത്തിൽ കത്തി കയറ്റി ആന്തരികാവയവങ്ങൾ പുറത്തു ചാടിക്കും വിധം പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തിയതായി തെളിഞ്ഞു. എന്നാൽ ജിഷയുടെ വസ്ത്രത്തിൽ നിന്ന് ലഭിച്ച ഉമിനീരിൽ നിന്നും വാതിലിനടുത്തു നിന്ന് ലഭിച്ച രക്തസാമ്പിളുകളിൽ നിന്ന് ലഭിച്ച പ്രതിയുടേതെന്ന് സംശയിക്കുന്ന DNA അമീറുൽ ഇസ്ലാമിൻ്റേത് തന്നെയാണോ എന്ന് പോലീസ് വ്യക്തമാക്കുന്നില്ല. അതേസമയം സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ ജിഷയുടെ രക്തം പുരണ്ട ചെരുപ്പ് അമീറുൽ ഇസ്ലാമിൻ്റേതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. DNA പരിശോധനയ്ക്കായി പ്രതിയുടെ രക്തസാമ്പിളുകളും മറ്റും ശേഖരിച്ചതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചതായും പ്രതിയുടെ ജീവന് ഭീഷണിയുണ്ടെന്നും ജാമ്യത്തിൽ വിട്ടാൽ ഒളിവിൽ പോകാനും സാക്ഷികളെ സ്വാധീനിച്ച് തെളിവ് നശിപ്പിക്കാനും സാധ്യതയുണ്ടെന്നും റിമാൻഡ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. സനൂപ് ശശിധരൻ, മീഡിയ 1, കൊച്ചി.